ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇപ്പം നോമ്പാണല്ലോ അല്ലേ. ഞാനിതേ നോമ്പിൻ്റെ മുമ്പിട്ട റെസിപ്പിയാണ് കേട്ടോ. പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം തൊലിയൊക്കെ വരണ്ടി ഒഴിവാക്കി കഴുകിയതിൻ്റെ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പൊന്നുവിൻ്റെ കളിയാണ് കേട്ടോ. ഹായ് പറ, ഹായ് പറ. പിന്നെ ജിലും അപ്പോൾ പൊന്നും ജിലൊക്കെ അടുക്കളയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ എല്ലാം ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കട്ടെ. അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരു സ്പൂണ് മുളകും പൊടിയാണ് കേട്ടോ ഇട്ടത്. എരി കുറവുള്ള മുളകും പൊടിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പ് ഇട്ടിട്ടാണ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നല്ലോണം ഇത് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കേട്ടോ, ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതൊരു കടായി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ കേട്ടോ. അപ്പം ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, നല്ല വെളിച്ചക്കുറവുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം കേട്ടോ, നിങ്ങൾ ക്ഷമിക്കൂലേ. അപ്പോൾ ഇതാ ഞാൻ കടായി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ കുറച്ച് വെളിച്ചം കുറവാണ് കേട്ടോ. അപ്പം ഞാൻ ജനവാതിലുണ്ട്, ചെറിയൊരു ജനവാതിലാണ്, അത് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു വെളിച്ചമാണ്. അപ്പോൾ ഇതാ ഞാൻ പാന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് അത് നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല അതിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഞാൻ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മാത്രം മതി കേട്ടോ അവർക്ക് ചോറുന്നാൻ. നല്ലോണം കറിയൊന്നും അവർക്ക് ഇഷ്ടമില്ല കേട്ടോ, അങ്ങനെ തൊട്ട് കൂട്ടി കഴിക്കാനായിട്ടോ അവർക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുക. കറി ഇത് വെച്ച് കറി ഉണ്ടാക്കി അവർക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ലോണം കഴിച്ചിട്ടോ. പൊന്നൊന്നും ഇഷ്ടമാണ് കേട്ടോ, എടുത്ത് കഴിച്ചിട്ടോ. അപ്പോൾ ഞാനിതാ മൂടി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇളക്കിയാണ്. അപ്പോൾ വെന്തിട്ടില്ല, ഒന്നും കൂടി ഒന്നാവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പിന്നെയും അടച്ച് വെച്ച് മൂടി വെക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങളും? വീഡിയോ കണ്ടിട്ട് ആരും ലൈക്കൊന്നും ചെയ്യില്ല. ഒരു ലൈക്കൊക്കെ ചെയ്തുകൂടെ? എന്താ ഇപ്പോൾ ലൈക്ക് ചെയ്ത് വിചാരിച്ചിട്ട് എന്ത് പറ്റാനാ? അപ്പോൾ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അപ്പോഴല്ലേ എനിക്കൊരു സമാധാനം. അപ്പോൾ അതൊന്നും കൂടി ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ അതായത് നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഒരു കറിയൊന്നും കൂട്ടാതെ ഇത് മാത്രം കേട്ടോ കഴിച്ച് തിന്നത്. ചോറിൻ്റെ കൂടെ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയതാണ്. വൈകുന്നേരം ആകുമ്പോൾ വെളിച്ചം കുറവാണ്. രാവിലെ ഉച്ചക്കൊക്കെയാണ് പിന്നെയും വെളിച്ചം ഉണ്ടാവും കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാ നല്ലോണം വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് വാങ്ങിയേക്കാം കേട്ടോ, അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസും ഷോർട്സൊക്കെ എല്ലാവരും ഒന്ന് കയറി കാണുക കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.